Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് എരിവോട് കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇതിന്റെ ഒപ്പം തന്നെ ഒരു ചീസിന്റെ സോസും കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോ കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിനായിട്ട്. ഇല്ലെങ്കിൽ അയമോദകം ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ അയമോദകവും ഒറിഗാനോ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കുന്നത് പോലെ അതേപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വല്ലതും മാറ്റിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഒരു സോസ് റെഡിയാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ കുറച്ചൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടർ കുറച്ചൊന്ന് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബട്ടർ അങ്ങ് കരിഞ്ഞു പോകും. കുറച്ച് ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇത് ഒഴിവാക്കിയാൽ മതി. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ടൊന്ന് തിക്കായി വരണം. ഒരുപാടങ്ങ് തിക്കാവണ്ട, കുറച്ചൊന്ന് തിക്കായി വരണം. കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ചൂട് പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. ഇതിലേക്കിനി ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചേദാർ ചീസാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചീസിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ. പിന്നെ അതുപോലെ എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എരിവ് ചേർത്തിട്ടില്ല. സ്നാക്കിൽ എരിവുള്ളതുകൊണ്ട് ഈ ഒരു സോസിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറിയിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്താം. ഒരുപാടങ്ങ് നൈസായിട്ട് വേണ്ട, എന്നാൽ അത്യാവശ്യം കട്ടി കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ടത് പിന്നീട് ഒന്നുകൂടെ റോൾ ചെയ്തിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരുപാടങ്ങ് പൊള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ പീസിലും ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കണം. ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ അത്ര നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചൊന്ന് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ആക്കാൻ ഇട്ടിട്ട് അടുത്തത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടെണ്ണം ഒന്നിച്ച് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഈസിയാണ്. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് വേഗത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ചൂട് കുറച്ചിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ഇതിലേക്ക് കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊന്ന് കളറൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും. 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി. മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി. മുളക് പൊടി അവരവരുടെ എരിവനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇത് ഇതേപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് ഇത്രയും വേണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വേഗത്തിൽ 4 മണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്